ഇന്ന് നമുക്ക് പൂർണ്ണമായും പരിശുദ്ധ അമ്മയെക്കുറിച്ച് സംസാരിക്കാം. പരിശുദ്ധ അമ്മ പലപ്പോഴും നമ്മളെപ്പോഴും ഒരുപാട് കോൺട്രവേഴ്സികൾ, ചിലർ പരിശുദ്ധ അമ്മയെ വിശ്വസിക്കുന്നു, ചിലർ പറയുന്നു പരിശുദ്ധ അമ്മ ആരുമല്ല, യേശു മാത്രമാണ് രക്ഷകൻ. പരിശുദ്ധ അമ്മയുടെ പ്രാധാന്യത്തെ വളരെ വില കുറച്ച് പറയുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. പക്ഷേ ഇവരാരും ഓർക്കുന്നില്ല, ഇത്രയും പരിശുദ്ധനായ ഒരു പുത്രനെ പ്രസവിക്കണമെങ്കിൽ ആ അമ്മ അതിനേക്കാളും എത്രയോ പരിശുദ്ധയായിരിക്കണം എന്ന് ഒരു നിമിഷം പോലും ചിന്തിക്കാത്ത മനുഷ്യരാണ് പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. പരിശുദ്ധ അമ്മയുടെ ഭക്തരെന്ന നിലയിൽ, പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളുകൾ എന്ന നിലയിൽ നമ്മളുടെ ഓരോരുത്തരുടെയും കടമയാണ് പരിശുദ്ധ അമ്മയെ എത്രത്തോളം പ്രചരിപ്പിക്കുക. കാരണം പരിശുദ്ധ അമ്മയിലൂടെ അല്ലാതെ ഒരാൾക്കും യേശുവിലേക്ക് എത്താൻ പറ്റില്ല. യേശുവിൻ്റെ ആദ്യത്തെ അത്ഭുതം കാനായിലെ കല്യാണ വിരുന്നിൽ തുടങ്ങുന്നത് പരിശുദ്ധ അമ്മയിലാണ്. കർത്താവ് യേശു മരിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ മുന്നിലാണ്, പരിശുദ്ധ അമ്മയുടെ മടിയിൽ കിടന്നാണ്. കർത്താവ് യേശു സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ശിഷ്യന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അവിടെയും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. അങ്ങനെ കർത്താവിൻ്റെ ജീവിതത്തിലെ എല്ലാ തുടക്കം മുതൽ അവസാനം വരെയും ഈ ഭൂമിയിൽ ഉണ്ടായിരുന്ന കാലത്തും ഇവിടെ നിന്നും പിതാവായ ദൈവത്തിൻ്റെ അരികിലേക്ക് പോകുന്ന സമയത്തും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം എത്ര വ്യക്തവും ശക്തവുമായി വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് കാണാതെ പോകുന്ന ഒരുപാട് മനുഷ്യരെ കാണുമ്പോൾ എനിക്ക് ഒരുപാട് വിഷമം തോന്നാറുണ്ട്. പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുന്ന ഓരോരുത്തർക്കും വിഷമം തോന്നാറുണ്ട്. പക്ഷെ പരിശുദ്ധ അമ്മ എവിടെ ഏതെല്ലാം സ്ഥലങ്ങളിൽ, ലൂർദിലാവട്ടെ, ഫാത്തിമയിലാവട്ടെ, കൃപാസനത്തിലാവട്ടെ, അങ്ങനെ എത്ര സ്ഥലങ്ങളിൽ പ്രത്യക്ഷയായി നമ്മളോട് പ്രാർത്ഥിക്കാൻ, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനാണ് പരിശുദ്ധ അമ്മ പറയുന്നത്. അല്ലാതെ പരിശുദ്ധ അമ്മ ഒരിക്കലും എന്നെ വിശ്വസിക്കുന്നവരെ മാത്രം പ്രാർത്ഥിക്കുക അങ്ങനെ ഒരിക്കലും പറഞ്ഞില്ല. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മളോട് ആവശ്യപ്പെടുകയാണ്. ഇന്നത്തെ ഈ ദിവസം പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന എല്ലാവരും മറ്റുള്ളവർക്ക് വേണ്ടി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം യാചിച്ചുകൊണ്ട് പുത്രനോട് പ്രാർത്ഥിക്കണം. അവരെയും എല്ലാവരെയും, ഈ ലോകത്തിലുള്ള മുഴുവൻ ആൾക്കാരെയും കർത്താവായ യേശുവിലേക്ക് കൊണ്ടുവരുന്നതിനും അവരെല്ലാവരും കർത്താവിൻ്റെ ശാന്തിയും സമാധാനവും അനുഭവിക്കുന്നതിനും പരിശുദ്ധ അമ്മ സഹായിക്കണമേ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ആമീൻ.